പ്രവർത്തന മേഖലയിലേക്ക് കടക്കുന്നത്. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടേതുപോലെ നിസ്വാർത്ഥമായി ഒരു പൈസയും ഉണ്ടാക്കാതെ കയ്യിൽ നിന്ന് കാശ് മാത്രം കളയുക എന്ന് പറയുന്നത് നമ്മുടെ പ്രിമിറ്റീവായൊരു ചിന്തയിലല്ല. അവിടെ ഏത് പ്രവൃത്തി ചെയ്താലും അതിന് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നത്. സോഷ്യൽ സർവീസ് പോലും പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. അതായത് ഓൾഡ് ഏജ് ഹോമുകൾ നടത്തുക, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. അതിനൊക്കെ സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളും ഫെസിലിറ്റികളുണ്ട്. നമ്മുടെ ഈ സർക്കാർ തന്നെ അനാഥാലയങ്ങൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ചൈൽഡ് ഹോമുകൾ നടത്തുന്നത് പോലെയോ അപരിഷ്കൃതമായിട്ടല്ല. പ്രൊഫഷണലായ പുതിയ സംരംഭകരെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഗ്രാൻറ്റും കൊടുത്തു കഴിഞ്ഞ് അവരെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ജോലി മാത്രമേ സർക്കാരിനുള്ളൂ. അവർ ക്വാളിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് പോവും, അവർക്ക് പണി തുടരാൻ പറ്റില്ല. അപ്പോൾ അവർ നന്നായിട്ട് നടത്തിയാൽ അവർക്ക് കൂടുതൽ സെൻറ്ററുകൾ നടത്താൻ പറ്റുന്ന അവസരങ്ങൾ കിട്ടും. അങ്ങനെ സോമൻ അവിടെ ചെന്ന് ഓൾഡ് ഏജ് ചെറിയ സംരംഭങ്ങൾ ആരംഭിച്ചു, ഓൾഡ് ഏജ് ഹോമുകൾ. പിന്നീട് സൺഷൈൻ ഹോംസ് എന്ന് പറയുന്ന, അതായത്